GTA 6 ഇതാ റിലീസ് ആവാൻ പോവാണ്. എന്നാണെന്നുള്ളതെല്ലാം ഞാൻ പറഞ്ഞുതരാം. അത് മാത്രമല്ല GTA സീരീസ് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. GTA Vice City, GTA San Andreas, GTA 4 അതുപോലെ തന്നെ GTA 5 നിന്നെല്ലാം എന്ത് ഡിഫറൻസ് ആണ് നമ്മുടെ GTA 6 വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഈ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം കൺഫേംഡ് ആയിട്ടുള്ളതാണ്. ഇതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാം. ആദ്യത്തെ മേജർ ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെപ്പൺസിനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനും വണ്ടികളെ കസ്റ്റമൈസ് ചെയ്യാനും പറ്റും. വെപ്പൺ കസ്റ്റമൈസ് ചെയ്യുന്നത് അതിനകത്ത് സ്കിന്നുകൾ ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് പുതിയ പുതിയ അറ്റാച്ച്മെന്റ്, പൊട്ടിത്തെറിക്കുന്ന ബുള്ളറ്റ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പറ്റും. വണ്ടി കസ്റ്റമൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ CID മൂസയിൽ മുളകൊടി ഇടുന്ന വണ്ടിയില്ലേ, അതേപോലെയൊക്കെ തുളയുള്ള വണ്ടി, ഇതേപോലെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. ചുമ്മാ പറഞ്ഞതാണ്. നമുക്ക് ഓരോ വണ്ടീനെ കസ്റ്റമൈസ് ചെയ്ത് ട്യൂൺ ചെയ്ത് അതിൻ്റെ പെർഫോമൻസും അതിൻ്റെ അകത്തുള്ള ഫീച്ചേഴ്സൊക്കെ കൂട്ടാൻ പറ്റും. ഇങ്ങനെയുള്ള ഒരു ഫീച്ചർ ആക്ച്വലി GTA ഭയങ്കരമായിട്ട് വേണ്ടിയിരുന്നതായിരുന്നു. കാര്യം GTAക്കകത്ത് ഇഷ്ടംപോലെ വണ്ടികളുണ്ട്, കിടിലം വണ്ടികൾ. എന്നാൽ അതൊന്നും നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാൻ പറ്റൂല. ചെയ്യാൻ പറ്റും, നമ്മുടെ RPക്കകത്ത് ചെയ്യാൻ പറ്റും. അല്ലാതെ റിയൽ ഗെയിമിൻ്റെ അകത്ത് അല്ലെങ്കിൽ സ്റ്റോറി മോഡുള്ള ഗെയിമിൻ്റെ അകത്ത് വലുതായിട്ട് പറ്റിയിരുന്നില്ല. ഇനി അതാണ് മേജറായിട്ട് വരാൻ പോകുന്നത്. രണ്ടാമത്തെ മേജർ ചേഞ്ച് നമുക്ക് എല്ലാവർക്കും അറിയാം റോൾ പ്ലേ എന്താണെന്നുള്ളത്, റോൾ പ്ലേ സെർവേഴ്സ് എന്താണെന്നുള്ളത്. നമുക്ക് റോൾ പ്ലേ സെർവേഴ്സ് ഇപ്പോൾ തേർഡ് പാർട്ടി ആണുള്ളത്. അതായത് നിങ്ങൾക്ക് അറിയാം MRP, MGRP എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കുറേ റോൾ പ്ലേ സെർവേഴ്സ് ഉണ്ടല്ലോ, അതെല്ലാം തേർഡ് പാർട്ടി സെർവേഴ്സാണ്. ഇനി മുതൽ GTAയുടെ തന്നെ ഒഫീഷ്യൽ RP സെർവറുകൾ വരാൻ പോകുന്നുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കളിക്കാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ മേജർ ആയിട്ടുള്ള ചേഞ്ച് എന്ന് വെച്ചാൽ GTA സീരീസ് കളിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, ചില വെള്ളത്തിൽ നടക്കുക, ചില പ്ലാറ്റ്ഫോംസിലൊക്കെ ഇവർ നടക്കുന്നത്, സ്റ്റെപ്പ് കയറുന്നതൊക്കെ ഭയങ്കര പ്രോപ്പർ അല്ല. ഒരുമാതിരി ഒരു ക്യാരക്ടറിനെ എടുത്ത് ഇങ്ങനെ ആനിമേറ്റ് ചെയ്ത് കൊണ്ടുപോയതുപോലെ ഇരിക്കും, റിയലിസ്റ്റിക് അല്ല. അങ്ങനെയുള്ള മൂവ്മെൻറ്റുകൾ, സ്റ്റെൽത്ത് മൂവ്മെൻറ്റുകളെല്ലാം ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് GTA 6. കുറച്ചുകൂടി റിയൽ ലൈഫായിട്ട് ഇപ്പോൾ സ്റ്റെപ്പ് കയറുന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് സ്റ്റെപ്പ് കയറുന്നത് പോലെ പ്രിസൈസ് ആയിട്ട് മൂവ്മെൻറ്റുകൾ കൊണ്ടുവരിക. GTA San Andreas കളിച്ചിട്ടുള്ളവർക്കറിയാം, സാൻ ആൻഡ്രിയാസിൽ കുറച്ചുകൂടി ബെറ്റർ മൂവ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം കുറച്ച് മൂവ്മെൻറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് GTA 6 കാണാനായിട്ട് പറ്റും. നാലാമത്തത് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു ഫീച്ചറാണ്. GTA 5 നിങ്ങൾ കളിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അതിനകത്ത് ഇഷ്ടം പോലെ ബിൽഡിങ്ങുകളും ഹിഡൻ സ്പോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ നമുക്ക് ഈ ബിൽഡിങ്ങുകളിലും അല്ലെങ്കിൽ ഈ സ്പോട്ടുകളിലൊന്നും പോയി ഇൻറ്ററാക്ട് ചെയ്യാനോ അതിൻ്റെ അകത്ത് കയറാനോ ഒന്നും പറ്റൂല. ഭയങ്കര കിള്ളം ബംഗ്ലാവൊക്കെ കാണും, അതിൻ്റെ അകത്ത് എന്താണെന്നൊക്കെ അറിയാനായിട്ട് കയറി നോക്കാനൊന്നും പറ്റൂല. എന്നാൽ GTA 6ൻ്റെ അകത്ത് എല്ലാ ബിൽഡിങ്ങുകളും, മോസ്റ്റ് ഓഫ് ദ ബിൽഡിംഗ് നമുക്ക് കയറി എക്സ്പ്ലോർ ചെയ്ത് അതിനകത്ത് കുറേ ഇൻറ്ററാക്ഷൻസും കാര്യങ്ങളൊക്കെ വരുത്താൻ പറ്റുന്നതായിരിക്കും. അത് ഭയങ്കര ഫണ്ണായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ നടന്നു പോവാണ്, ഒരു വീട്, ആ വീടിനകത്ത് വീട് തല്ലിപ്പൊളിച്ചൊക്കെ കയറുക, അതിൻ്റെ അകത്ത് പോയി സ്ഥലങ്ങളൊക്കെ നോക്കുക, ഹിഡൻ സ്പോട്ടുകൾ നോക്കുക. ആൻഡ് പറയാലോ GTA 5ൻ്റെ അകത്ത് കുറേ പ്ലെയിനുകളൊക്കെ ഉണ്ട്. ഈ പ്ലെയിനിൻ്റെ അകമൊന്നും നമുക്ക് കയറി നോക്കാൻ പറ്റൂല. എയർപോർട്ടുണ്ട്, എയർപോർട്ടിൻ്റെ അകത്ത് കയറി നോക്കാൻ പറ്റൂല. ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ GTA 5ൻ്റെയും GTA സീരീസിൻ്റെ വൻ കോമഡി പീസുകൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് NPC, അതായത് നോൺ പ്ലെയർ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ. നമ്മളിപ്പോൾ കളിക്കുന്ന സമയത്ത് അതിലേ കൂടി നടക്കുന്ന മനുഷ്യരൊക്കെ ഉണ്ടല്ലോ, ഇവന്മാർ നടക്കുന്നത്, ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര കോമഡിയാണ്. അതായത് പൊട്ടത്തരമാണ് എല്ലാം ചെയ്തു വയ്ക്കണേ. ആ പൊട്ടത്തരങ്ങളൊക്കെ മാറ്റി AI ഇൻ്റഗ്രേറ്റ് ചെയ്ത് കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇൻ്ററാക്ഷൻസും കാര്യങ്ങളെല്ലാം ഈ നോൺ പ്ലെയർ ക്യാരക്ടേഴ്സുമായിട്ട് കൊണ്ടുവരാൻ പോവാണ്. നിങ്ങളൊരു ക്യാരക്ടറായിട്ട് കളിക്കൂലേ, നിങ്ങളിപ്പോൾ വഴി കൂടി നടന്നു പോകുന്ന ഒരാളടുത്ത് പോയിട്ട് എന്തെങ്കിലും ഒന്ന് ഇടിച്ചു അവനെ, അല്ലെങ്കിൽ അവൻ്റെ അടുത്ത് എന്തെങ്കിലും ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ആ ഇൻ്ററാക്ഷൻ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആക്കാനായിട്ട് AI എനേബിൾ ചെയ്യുന്നുണ്ട്. അത് നല്ല കാര്യമാണ്. നമുക്കറിയാമല്ലോ GTA 5ൻ്റെ അകത്തുള്ള ക്യാരക്ടേഴ്സൊക്കെ വൻ കോമഡിയാണ്. വൻ കോമഡി എന്ന് വെച്ചാൽ വൻ കോമഡിയാണ്. അപ്പോൾ അതൊക്കെ മാറി കുറച്ചുകൂടി ഒരു റിയലിസ്റ്റിക് ലെവൽ ഒരു ഓപ്പൺ വേൾഡ് ഗെയിമാണ് GTA 6. GTA ഓൺലൈൻ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എന്നാൽ GTA ഓൺലൈൻ്റെ അകത്ത് നമുക്ക് 32 പ്ലെയേഴ്സിനെ മാത്രമേ ഒരേ സമയം കളിക്കാൻ പറ്റുള്ളായിരുന്നു. എന്നാൽ അതിനെ അവർ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് 100ഓളം പ്ലെയേഴ്സിനെ കളിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇത് എത്രത്തോളം പോസിബിൾ ആണെന്നുള്ളത് എനിക്കറിയില്ല. ബട്ട് നിങ്ങൾക്ക് എങ്ങനെ പോയി കഴിഞ്ഞാലും 32 മേളിൽ GTA ഓൺലൈൻ കളിക്കാൻ പറ്റും. ബിക്കോസ് GTA ഓൺലൈനിലുള്ള ഇപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ GTA 5ൽ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആകെ 32 പേരും കാണും. വലിയൊരു മാപ്പുമാണ്. അതിൻ്റെ അകത്ത് ഒരു ക്യാരക്ടറിനെയൊക്കെ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ഇങ്ങൊക്കെ പോകണം. അപ്പോൾ കുറച്ചുകൂടി കൺജസ്റ്റഡ് ആക്കാനായിട്ട് ഒരു 100 പേരെ കയറ്റുന്നുണ്ട്. GTA 6ൻ്റെ സൈസ് കുറേ അടുത്ത് 200 GB എന്ന് പറയുന്നുണ്ട്, കുറേ അടുത്ത് 700 GB എന്ന് പറയുന്നുണ്ട്, കുറേ അടുത്ത് 1000 GB എന്ന് പറയുന്നുണ്ട്. എങ്ങനെ പോയാലും GTA 6ന് നിങ്ങൾക്ക് ഒരു 700 മുതൽ 800 GB വരെയൊക്കെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ആരെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇറങ്ങുന്ന സമയത്ത് മാക്സിമം നിങ്ങളുടെ SSDയിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ GTA 6ൽ ഇനി വരാൻ പോകുന്ന മേജർ ആയിട്ടുള്ള ചേഞ്ചസ്. ഈ ചേഞ്ചസ് കൺഫേംഡ് ആയിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. ഇനിയും കുറേ കാര്യങ്ങൾ ഞാൻ അവിടെ ഇവിടെ നിന്നൊക്കെ കേട്ടിട്ടുണ്ട്, എന്നാൽ അതൊന്നും കൺഫേം ആയിട്ടില്ല. കൺഫേം ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വേറൊരു വീഡിയോ കൂടി ഇടുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.